ഹായ് ഓൾ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫൈനലി നമ്മുടെ PSC നമ്മുടെ സെക്രട്ടേറിയറ്റ് OAൻ്റെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ റാങ്ക് ലിസ്റ്റ് ഉൾപ്പെട്ട എല്ലാവർക്കും ആശംസകൾ. അപ്പോൾ നമ്മളിന്ന് വീഡിയോയിലൂടെ നോക്കുന്നത് ഈ ഒരു റാങ്ക് ലിസ്റ്റിൻ്റെ കുറച്ച് ഡീറ്റെയിൽസും അതുപോലെ തന്നെ ഈ ഒരു റാങ്ക് ലിസ്റ്റ് ഉൾപ്പെട്ട ആൾക്കാരുടെ ജോലി സാധ്യതയെക്കുറിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മളിന്ന് വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ സമയം കളയാതെ നേരെ വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം തന്നെ നമ്മുടെ സെക്രട്ടേറിയറ്റ് OA കാറ്റഗറി നമ്പർ 587/2023. അപ്പോൾ നമ്മുടെ പേര് സെക്രട്ടേറിയറ്റ് OA എന്നാണെങ്കിലും നമ്മുടെ സെക്രട്ടേറിയറ്റ് കേരള PSC അഡ്വക്കേറ്റ് ജനറൽ ഓഫീസ് സ്റ്റേറ്റ് ഓഡിറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഈ ഒരു മേഖലയിലൊക്കെ നമുക്ക് ഈ ഒരു ജോലി ലഭിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു സെക്രട്ടേറിയറ്റ് OA നമ്മുടെ ഈ ഒരു നിലവിൽ വന്നിരിക്കുന്ന റാങ്ക് ലിസ്റ്റിൻ്റെ കട്ട് ഓഫ് ആയിട്ടുണ്ടായിരുന്നത് 71 മാർക്കായിരുന്നു. 71.67 മാർക്കായിരുന്നു ഈ ഒരു റാങ്ക് ലിസ്റ്റിൻ്റെ കട്ട് ഓഫ് ആയിട്ട് വന്നിരുന്നത്. അപ്പോൾ ഈ ഒരു 71 മാർക്ക് കട്ട് ഓഫിൽ നമ്മുടെ മെയിൻ ലിസ്റ്റിൽ ഇപ്പോൾ റാങ്ക് ലിസ്റ്റ് ഉൾപ്പെട്ടത് 1582 പേരും, അതുപോലെ തന്നെ സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 1386 പേരും, നമ്മുടെ ഡിഫറൻ്റ്ലി ഏബിൾഡ് ലിസ്റ്റിൽ 61 പേരും, അങ്ങനെ ടോട്ടൽ 3029 പേരുടെ റാങ്ക് ലിസ്റ്റാണ് ഇപ്പോൾ PSC പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കാണാം നമ്മുടെ ഒരു മെയിൻ ലിസ്റ്റിൽ 1500 പേരൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പ്രതീക്ഷിച്ച ആ ഒരു ലെവലിലൊക്കെ നമ്മുടെ റാങ്ക് ലിസ്റ്റിൽ ആൾക്കാർ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് പറയാം. അപ്പോൾ നമ്മുടെ ഓൾഡ് ലിസ്റ്റ്, അതായത് മുമ്പ് ഉണ്ടായിരുന്ന ലിസ്റ്റിൽ 886 പേരെയായിരുന്നു PSC ഉൾപ്പെടുത്തിയിരുന്നത്. അപ്പോൾ ഇപ്രാവശ്യം എന്തുകൊണ്ട് 1500 പേരൊക്കെ ഉൾപ്പെടുത്തി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊറ്റ ഉത്തരമേ ഉള്ളൂ. ഈ ഒരു എന്താ പറയുക, ഈ ഒരു പോസ്റ്റിലേക്ക് ഒരുപാട് വേക്കൻസികളുണ്ട്. അതിനെ നമ്മൾ കഴിഞ്ഞ PSC പബ്ലിഷ് ചെയ്തിരുന്ന നമ്മുടെ ഈ ഒരു സെക്രട്ടേറിയറ്റ് OAൻ്റെ റാങ്ക് ലിസ്റ്റ് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും. നമ്മുടെ പഴയ ലിസ്റ്റിൽ നമ്മുടെ PSC 886 പേരെയായിരുന്നു ഉൾപ്പെടുത്തിയിരുന്നത്. പക്ഷേ ഈ ഒരു റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ട് എന്തുണ്ടായി, കൃത്യം 1.5 വർഷമൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ഈ ഒരു എന്താ പറയുക 886 ഉണ്ടായിരുന്ന, അതായത് മെയിൻ ലിസ്റ്റിൽ അവസാനം ഉണ്ടായിരുന്ന ആൾക്ക് പോലും ജോലി കിട്ടി. അങ്ങനെ മെയിൻ ലിസ്റ്റിൽ അവസാനമുള്ള ആൾക്ക് പോലും ജോലി കിട്ടുമ്പോൾ നമ്മുടെ ലിസ്റ്റ് എന്താവും, ആ ലിസ്റ്റ് ക്യാൻസലാവും. അങ്ങനെ അന്ന് ആ ലിസ്റ്റ് ക്യാൻസലായിപ്പോയി. അതിനുശേഷം ഇപ്പോഴാണ് പുതിയൊരു റാങ്ക് ലിസ്റ്റ് PSC പബ്ലിഷ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ അവസാനമായിട്ട് നമ്മുടെ 2023 ഒക്ടോബർ നവംബർ ആ ഒരു സമയത്തായിരുന്നു അവസാനമായിട്ട് കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിൽ അഡ്വൈസ് പോയി ആ ഒരു ലിസ്റ്റ് ക്യാൻസലായത്. അപ്പോൾ നമുക്കെന്ത് മനസ്സിലാക്കാം, ആ ഒരു ലിസ്റ്റ് ക്യാൻസലായി. ആ ഒരു 2023 നവംബർ തൊട്ടിട്ട് ഇപ്പോൾ വരെ ഈ ഒരു റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്ന വരെയുള്ള ഒരു വേക്കൻസീസ്, ആ ഒരു വേക്കൻസീസ് മൊത്തം ഈ ഒരു ലിസ്റ്റിൽ ലഭിക്കാനാണ് ഉള്ളത്. അപ്പോൾ ഈ ഒരു ലിസ്റ്റിൽ ആ ഒരു 1.5 വർഷം 2 വർഷത്തിനടുത്തുള്ള ആ ഒരു വേക്കൻസീസ് ഈ ഒരു ലിസ്റ്റിന് എന്തായാലും ലഭിക്കും. അങ്ങനെ ആ ഒരു വേക്കൻസി കൂടാതെ എന്താ പറയുക, നമ്മുടെ ഈ ഒരു ലിസ്റ്റ് കാലാവധിയുള്ള ആ സമയത്തുള്ള ആ ഒരു വലിയ വേക്കൻസിയും ഈ ലിസ്റ്റിൽ ലഭിക്കും. അപ്പോൾ നമ്മുടെ ലിസ്റ്റിലുള്ള എല്ലാവർക്കും ജോലി കിട്ടാനുള്ള സാധ്യത ഈ ഒരു സെക്രട്ടേറിയറ്റ് OA എന്നൊരു എന്താ പറയുക ഈ ഒരു പോസ്റ്റിനുണ്ട്. കാരണം നമുക്ക് ഈ ഒരു ഇപ്പോൾ തന്നെ നമ്മുടെ ഫസ്റ്റ് അഡ്വൈസ് തന്നെ ഏകദേശം 400-ലധികം അഡ്വൈസ് നമ്മുടെ ഫസ്റ്റ് അഡ്വൈസായിട്ട് നമ്മുടെ PSC അടുത്ത് തന്നെ ഈ ഒരു സെക്രട്ടേറിയറ്റ് OAയിൽ പോകാനുണ്ട്. അപ്പോൾ ഈ ഒരു 400 ഫസ്റ്റ് വേക്കൻസി വരുന്നതിനോടൊപ്പം ഇനി വരും ഈ ഒരു കുറച്ച് വർഷങ്ങൾ ഈ ഒരു ലിസ്റ്റിൻ്റെ കാലാവധി ഉണ്ട്. ആ ഒരു കാലാവധിയിലുള്ള അഡ്വൈസ് കൂടി ഈ ഒരു സെക്രട്ടേറിയറ്റ് OAക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ അത്യാവശ്യം നല്ല വേക്കൻസി ഈ ഒരു ലിസ്റ്റിലുള്ളത് കൊണ്ടാണ് കഴിഞ്ഞ പ്രാവശ്യം 886 പേരൊക്കെ ഉൾപ്പെടുത്തിയിട്ടും തികയാത്തത് കൊണ്ടാണ് ഇപ്രാവശ്യം ഒരു 1500 പേരുടെയൊക്കെ റാങ്ക് ലിസ്റ്റ് PSC ഇപ്പോൾ പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ PSCക്ക് നല്ലോണം അറിയാം ഈ ഒരു കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഒരു 800-1000 പേര് എടുത്തു കഴിഞ്ഞാൽ ഈ 1.5 വർഷം കൊണ്ടൊക്കെ ലിസ്റ്റ് ക്യാൻസലായി കഴിഞ്ഞാൽ അതിന് വേക്കൻസിയിൽ ആളെ ഫില്ല് ഇല്ലാതിരിക്കുകയും അങ്ങനെ പ്രശ്നങ്ങൾ വരുമെന്ന് നമ്മുടെ PSCക്ക് അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് ഈ ഒരു 1500 പേരുടെയൊക്കെ ഒരു ലിസ്റ്റ് PSC മെയിൻ ലിസ്റ്റ് പബ്ലിഷ് ചെയ്തത്. അപ്പോൾ ഈ ഒരു ലിസ്റ്റിൽ നിങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് മികച്ചൊരു ഭാഗ്യം തന്നെയാണെന്ന് പറയാം. കാരണം അത്രയും അധികം എന്താ പറയുക, അല്ലെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം ലിസ്റ്റിൽ വന്ന എല്ലാവർക്കും ജോലി കിട്ടിയെന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു ലിസ്റ്റിൻ്റെ പ്രാധാന്യം. അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ എല്ലാവർക്കും എൻ്റെ ആശംസകൾ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.